ഹായ് ഉള്ള എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു റെട്രോ ഫോക്കസ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 അടുത്തായിട്ട് റെനയുടെ എവിക്ഷനെ പറ്റിയാണ് പറയാനുള്ളത്. പലരും പറഞ്ഞത് റെന ഇപ്പോൾ പോകേണ്ട ആളല്ല, ആര്യനോ സാബുമാനോ ഒക്കെയാണ് പോകേണ്ടിയിരുന്നതെന്ന്. ഈ ഒരു ഗെയിമിൽ കളം മാറ്റി ചവിട്ടുന്നത് വളരെ റിസ്ക് ഉള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ തക്കതായ കാരണമില്ലാതെ മാറിയാലോ മാറാൻ നോക്കിയാലോ ഒക്കെ പണിയാണ്. റെന, ജിസേല്, ആര്യനൊക്കെ ഫ്രണ്ട്സ് ആയിരുന്നല്ലോ. ഇടക്കാലം വെച്ച് റെന ബിന്നിയോട് കൂടുതൽ അടുത്തു. ബിന്നിയുടെ കൂടെ കൂടി റെന ജിസേലിനെ ആര്യനെയൊക്കെ പറ്റി കുറ്റം പറയാൻ തുടങ്ങി. അതും ഇങ്ങനെ മാറിയിരുന്നുള്ളൊരു കുശൂശുക്കൽ. റെന ഇങ്ങനെ എല്ലാവരുടെ അടുത്ത് പോയി ചൊറിയുമായിരുന്നെങ്കിലും കുറ്റം പറയുന്ന ഒരു പരിപാടി, അത് പ്രത്യേകിച്ചും കൂടത്തിൽ നിൽക്കുന്നവരെ കുറ്റം പറയുന്ന പരിപാടി ഇല്ലായിരുന്നു. പിന്നെ ബിന്നിയുടെ പ്രചോദനം കൊണ്ടുകൂടിയാണ് ഫ്രണ്ട്സ് ആയിരുന്ന റെനയും ആര്യനും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ ആ ഒരു ലെവലിലേക്ക് എത്തിയത്. ബിന്നിക്ക് അറിയാമല്ലോ അവര് ഫ്രണ്ട്സ് ആണെന്ന്. നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ, അവൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് ചെയ്തായിരിക്കില്ല, നീ ഒന്ന് പോയി സംസാരിക്കുക എന്ന രീതിയിലല്ല ബിന്നി അതിനെ അപ്രോച്ച് ചെയ്തത്. അത് നിനക്ക് ഓക്കെ അല്ലെങ്കിൽ ചോദിക്കാം, ചോദിച്ചു കഴിഞ്ഞ് പിന്നീട് വാല് മുറിയാൻ നിൽക്കരുത് എന്ന ഗെയിമിന്റെ രീതിയിൽ മാത്രം കണ്ടുകൊണ്ടാണ് ബിന്നി അതിനെപ്പറ്റി സംസാരിച്ചത്. റെനയ്ക്കാണെങ്കിലും പുറത്തുള്ള തന്റെ റിലേഷൻഷിപ്പിനെ ഇതെല്ലാം ബാധിക്കുമോ എന്നുള്ളൊരു പേടിയും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അവിടെ നിൽക്കാൻ വലിയ പാടാണ്. എല്ലാ ആഴ്ചയും ഇതുപോലുള്ള കേസുകൾ ഉണ്ടാവുന്നതും അതിനെപ്പറ്റി മാത്രം സംസാരിക്കുന്നതൊന്നും ആളുകൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഇഷ്ടപ്പെടാൻ വഴിയില്ല. തെറ്റാണെങ്കിൽ കൂടി അതിനൊരു പക്ഷേ പ്രാധാന്യം കിട്ടാതെ പോയിട്ടുണ്ടാവും. പിന്നെ ലാസ്റ്റ് വീക്കിലെ ടാസ്കിലും റെനയ്ക്ക് കാര്യമായിട്ടൊന്നും പെർഫോം ചെയ്യാൻ പറ്റിയില്ല. സാബുമാൻ എന്തുകൊണ്ട് റെനയേക്കാൾ കൂടുതൽ വോട്ട് കിട്ടി? ഈ ഒരു ആഴ്ചത്തെ കാര്യം മാത്രം എടുത്താൽ വീക്കിലി ടാസ്കിൽ സ്റ്റാച്ചു ആയിട്ടായിരുന്നു സാബുമാൻ നിന്നത്. സ്റ്റാച്ചു ആയിട്ട് നിന്ന് ബുദ്ധിമുട്ടുന്ന, വിഷമിക്കുന്ന പോലെയുള്ള സാബുമാന്റെ റീൽസ് ഒക്കെ കുറെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സാബുമാനോടൊരു പാവമൊക്കെ തോന്നി ഒരുപാട് പേര് വോട്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും റെനയെ പിന്തള്ളി സാബുമാൻ മുന്നിലേക്ക് വന്നത്. മാലയിട്ട് ഓരോരുത്തരായിട്ട് സേവ് ചെയ്ത് അവസാനം വന്നത് ലക്ഷ്മിയും റെനയുമാണ്. അക്ബറാണ് അവസാനമായിട്ട് സേവായ ലക്ഷ്മിയുടെ കഴുത്തിൽ മാലയിട്ടത്. ലക്ഷ്മിക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടാനുള്ള പ്രധാന കാരണം റിയാസ് വന്ന് ലക്ഷ്മിയെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് പോയതുകൊണ്ടാണ്. ഏതായാലും ഈ പറഞ്ഞ കാരണങ്ങളുടെ എല്ലാം ആകെത്തുകയായിട്ട് റെനയ്ക്കാണ് ഏറ്റവും കുറവ് വോട്ടുകൾ കിട്ടിയത്. അതൊക്കെയാണ് ഈ ആഴ്ച റെന പുറത്തേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. ബാക്കി വിശേഷങ്ങളായി പിന്നീട് കാണാം. താങ്ക്